ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. രേവതി പൂവുമായിട്ട് ടൂ വീലറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ കൊച്ചച്ഛനുണ്ടല്ലോ, ബീരാൻ എന്ന പേരുള്ള ആള്, അയാളെ കാണുകയാണ്. അങ്ങനെ അയാളും നമ്മുടെ രേവതിയെ കാണുന്നുണ്ട്. രേവതിയെ കണ്ട ഉടനെ തന്നെ ബീരാൻ അവിടെ നിന്നും എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടുകയാണ്. വണ്ടിയുമല്ല എങ്ങനെ ഓടി അവിടെ രക്ഷപ്പെടുന്നുണ്ട്. രേവതിയാണെങ്കിൽ പുറകെ തന്നെ പിടികൂടിയിട്ടുണ്ട്. ഇത് ശ്രുതിയുടെ കൊച്ചച്ഛൻ്റെ പോലെയുണ്ടല്ലോ, ഇയാളെന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു സംശയത്തിൽ അങ്ങനെ നേരെ ബീരാൻ ഓടിക്കയറുന്നത് നമ്മുടെ ശ്രുതിയുടെ ആ വലിയൊരു ഷോപ്പിൽ തന്നെയാണ്. ആ സമയം ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നതുണ്ട്, ഞാൻ എന്തായാലും ഒരു ഡീലറെ കണ്ടിട്ട് വരാം എന്ന് പറയുകയാണ്. അപ്പം എന്തായാലും അവിടെ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു സ്റ്റാഫ് നേരം വൈകി, ഒരു 2 മിനിറ്റ് നേരം വൈകിയാണ് ശ്രുതി അയാളെ വഴക്ക് പറയുന്നുണ്ട്. ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരൊന്നും ഈ കമ്പനിയിൽ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കൂടെ നമ്മുടെ മീരയുമുണ്ട്, ശ്രുതിയുടെ കൂട്ടുകാരി. അപ്പോൾ ശ്രുതി അതും പറഞ്ഞ് ഡീലറെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയ ആ നിമിഷമാണ് അവിടേക്ക് ബീരാൻ ഓടിക്കയറുന്നത്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ നമ്മുടെ മീരയോട് പറയുന്നുണ്ട്, ശ്രുതിക്ക് നല്ല ഉത്തരവാദിത്വമൊക്കെ വന്നിട്ടുണ്ടല്ലേ, ഇങ്ങനെയൊന്നും ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ആദ്യത്തെ പോലെ തന്നെ ഉഴപ്പി നടക്കുമെന്നാണ് വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണ നേരത്ത് നോക്കുമ്പോൾ അതാ വന്നത് മുന്നിൽ നിൽക്കുന്നു ബീരാൻ. നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ ഓടി രക്ഷപ്പെട്ട് വരികയായിരുന്നു എന്ന് പറയാണ്. എവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ഇവിടെ എന്താ, ഇവിടേക്കാണോ വരേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവൻ സംസാരിക്കുന്നുണ്ട്. അപ്പം ആ സമയം, അയ്യോ അതല്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, എന്നെ ഓടിപ്പിച്ചിട്ടതാണ്, ഞാൻ ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതായിരുന്നു. അപ്പോൾ അത് ആരുടെ കയ്യിൽ നിന്നാണ് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഈ പൂവൊക്കെ കെട്ടുന്നുണ്ടല്ലോ ആ സച്ചിയുടെ ഭാര്യ രേവതിയുടെയോ എന്ന് ചോദിക്കുകയാണ്. അതെ, രേവതി എന്നെ കണ്ടായിരുന്നു. എന്നിട്ട് എന്താ, ഞാൻ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ടതായിരുന്നു. അപ്പോൾ നിങ്ങളെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എന്നെ കണ്ടില്ല, ഞാൻ കാണുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് നമ്മുടെ രേവതി വരുന്നത്. അപ്പോൾ രേവതിയാണെങ്കിൽ അവിടേക്ക് വരുന്ന വേറൊന്നിനല്ല, സ്വാമി ഫോട്ടത്തിൽ എല്ലാ ദിവസവും പൂ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് രേവതി അവിടേക്ക് വരുന്നത്. അപ്പോൾ ആ പൂ അവിടേക്ക്, അപ്പോൾ വേഗം തന്നെ ബീരാനെ അവിടെ നിന്നും ഒളിപ്പിച്ച് മാറ്റി നിർത്തുകയാണ്. അങ്ങനെ രേവതി വന്നിട്ട് ആ പൂ കൊടുക്കുന്നുണ്ട്. എത്ര രൂപയായി എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ തിരക്കിട്ടിട്ട് തന്നെ ശ്രുതി അവിടെ നിന്നും പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വേണ്ട, ഞാൻ പൊക്കോളാം, ഞാൻ എന്തായാലും ഈ പൂ ഞാൻ തന്നെ ആ മാലയിൽ ഇട്ടോളാം എന്ന് രേവതി പറയണം. അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് വേഗം വാങ്ങിയിട്ട് ശ്രുതിയാണെങ്കിൽ ആ സ്വാമി ഫോട്ടത്തിൽ പൂ ഇങ്ങനെ ചാർത്താൻ നോക്കുകയാണ്. പക്ഷേ എത്ര പൂവിട്ടിട്ടും ശരിയാവുന്നില്ല. അപ്പോൾ ബീരാൻ അവിടെ നിന്ന് പറയാണ്, ഇങ്ങനെയാണ് പൂവിടുക, ഇങ്ങോട്ട് കൊണ്ട, ഞാൻ ശരിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ്. അപ്പം മീര പറയുന്നുണ്ട്, നിൽക്കടോ അവിടെ എന്നിങ്ങനെ പറഞ്ഞ് ചീത്ത പറയുകയാണ്. അങ്ങനെ രേവതി തന്നെ വാങ്ങിയിട്ട് ആ ഫോട്ടോയിൽ പൂവിടുകയും അതുപോലെ തന്നെ വേറെ കുറച്ച് പൂ അവിടെ വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈസ എത്രയായി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട, എന്തായാലും എല്ലാ ദിവസവും ഞാൻ പൂ കൊണ്ടുവരണമല്ലോ, അപ്പോൾ അന്നത്തെ പൈസ അവിടെ എഴുതി വെച്ചാൽ മതി, ഒരു മാസം ആകുമ്പോൾ എനിക്ക് തന്നാൽ മതി എന്നും കൂടി പറയുകയാണ്. അപ്പോൾ ആ ശരി എന്നും പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, അതെ, പറയാൻ മറന്നുപോയി, നിൻ്റെ കൊച്ചച്ഛനെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണുകയോ എവിടെ വെച്ചിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് മീര. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ പോലെ തോന്നി എന്ന് പറയുമ്പോൾ, തോന്നിയതല്ലേ ഉള്ളൂ, അല്ലാതെ ശരിക്കും കണ്ടതൊന്നുമില്ലല്ലോ. അദ്ദേഹം ഇപ്പം എന്തായാലും ദുബായിലാണ്, അവിടെയുള്ള അവരെ നീ എങ്ങനെ കാണാനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ മീര രേവതിയോടായിട്ട്. അങ്ങനെ രേവതി പൂവൊക്കെ അവിടെ കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ആശ്വാസമായി എന്ന് നിൽക്കണം, പോവാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ശ്രുതി വരികയാണ്. ശ്രുതി വരണ നേരത്തെ പെട്ടെന്ന് വീണ്ടും അവരെ അവിടെ നിന്ന് മാറ്റി ഒളിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രുതി ആണെങ്കിൽ ഡീലറെ കണ്ട് പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അയ്യോ എന്താ പോയിട്ട് വേഗം പോകുന്നത് എന്ന് പറയുമ്പോൾ, ഇപ്പം ചെല്ലണ്ട എന്ന് പറഞ്ഞു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതെ, ഞാൻ എന്തായാലും ഈ ഇവിടെയുള്ള ഐറ്റംസൊക്കെ എല്ലാതും ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ കമ്പ്യൂട്ടറിലില്ലേ, അതിൽ നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ എന്തായാലും നേരിട്ട് തന്നെ എല്ലാതും നോക്കി ചെക്ക് ചെയ്തിട്ട് ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറയുന്നുണ്ട്.
ആ സമയത്ത് മീരയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ പാർട്സുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ഫ്രിഡ്ജിലോട്ട് നമ്മുടെ വീരാനോട് കയറാൻ പറയുകയാണ്. വീരാൻ പറയുന്നുണ്ട് മോളെ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും, കുറച്ച് നേരം കയറിയെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞിട്ട് ആ പാവം പിടിച്ച് ആ മനുഷ്യനെ അതിനുള്ളിൽ പിടിച്ച് കയറ്റുകയാണ്. എന്നിട്ട് തണുത്ത് വിറങ്ങിരിച്ച് അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അങ്ങനെ അത് അടച്ച് വെച്ചിരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവിടേക്ക് വരുന്നത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനുമാണ്. അപ്പം രേവതി പോവാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് വരുന്നത്. നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താ ഈ പൂ ഒക്കെ വിൽക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് തിരിച്ച് രേവതിയോടും സച്ചി ചോദിക്കുകയാണ്. ഞാനിവിടെ പൂ കൊടുക്കാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇവന് അപ്പം അതായത് സച്ചിയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള അവന് വേണ്ടിയിട്ട് ഒരു ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഐറ്റംസുകളുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ നോക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ശ്രുതിയോടും ആ കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. എന്നാൽ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ശ്രുതി ചോദിക്കുന്നുണ്ട് ഇവനക്ക് വേണ്ടിയിട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ നല്ലതാണെങ്കിൽ എടുക്കും, വെറുതെ കാണാൻ വേണ്ടി മാത്രമാണോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ വേണ്ടിയില്ല, നല്ലതാണെങ്കിൽ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് നീയും വായും, നിനക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എടുക്കാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 3 പേരും നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീര ആകെ പെട്ടുപോവുകയാണ്. അങ്ങനെ ഓരോ ഫ്രിഡ്ജ് ഇങ്ങനെ നോക്കി വരുന്നുണ്ട്. അതേ സമയത്ത് അതൊക്കെ ഭയങ്കര വലുതും അതുപോലെ ഭയങ്കര വില കൂടിയ ഫ്രിഡ്ജൊക്കെ ആകുമ്പോൾ അവർ വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നമ്മുടെ ആ ബീരാൻ ഇരിക്കുന്ന ആ ഫ്രിഡ്ജിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഇത് നല്ല ഫ്രിഡ്ജാണ്, ഇത് മതി എന്ന് സച്ചിക്കായാലും സച്ചിൻ്റെ കൂട്ടുകാരനായാലും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അത് തുറക്കാൻ നിൽക്കുന്ന നേരെ ഓടിച്ചെന്ന് നമ്മുടെ മീര അതിൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. സ്റ്റാച്ചു പോലെ തടഞ്ഞ് ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കാതെ, ഡോറ് തുറക്കാൻ സമ്മതിക്കാതെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഇത് തുറക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അതെന്താ തുറക്കാൻ പറ്റിയാൽ ഇത് എന്തായാലും ഇവന് വാങ്ങിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഇല്ല ഇതല്ലാത്ത വേറെ ഏത് വേണേലും വാങ്ങിച്ചു, ഇത് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് മീര പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ മീര നീ ഇങ്ങനെയൊക്കെ മാറി നിൽക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരത് വാങ്ങിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എടുത്ത വഴിക്ക് ശ്രുതി പറയുകയാണ് അത് പിന്നെ മീരയ്ക്ക് ഇഷ്ടമായിട്ട് വെച്ചിട്ടുള്ളതാണ്, മീര വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം സത്യമാണോ എന്ന് ചോദിക്കാം. അപ്പം മീര തന്നെ ഞെട്ടിപ്പോവുകയാണ്. അതെ അവള് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ ഇങ്ങനത്തെ വേറെ ഉണ്ടോ എന്ന് സച്ചി ചോദിക്കുകയാണ് ശ്രുതിയോടായിട്ട്. അപ്പം ഇല്ല ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് മറുപടി പറയുന്നുണ്ട്. എന്നാൽ ഇത് എൻ്റെ കൂട്ടുകാരന് കൊടുക്കുക, ഇവൾക്ക് നീ ഇങ്ങനത്തെ ഒരെണ്ണം വേറെ വരുത്തിച്ചിട്ട് അവൾക്ക് അത് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുകയാണ്. പറ്റില്ല എനിക്കിത് തന്നെ വേണമെന്ന് നമ്മുടെ മീര നിർബന്ധം പിടിക്കുകയാണ്. തന്നെയല്ല സച്ചിയുടെ കൂട്ടുകാരൻ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കാനാണ് തീരുമാനിച്ചിട്ട് വന്നിട്ടുള്ളത്. അതറിയുമ്പോൾ ശ്രുതിക്ക് താല്പര്യമില്ല. നീ അത് തന്നെയല്ല ശ്രുതി പറയുന്നുണ്ട് നമ്മുടെ പോളിസിക്ക് നിരക്കാത്തതൊന്നും ചെയ്യണ്ട. തന്നെയല്ല മീര ആ ഫ്രിഡ്ജ് റൊക്കം വലിയ മൊത്തം പൈസ കൊണ്ട് വാങ്ങിക്കും, അവൾ മുഴുവൻ പൈസ ഇപ്പം തന്നെ തരും എന്ന് പറയുമ്പോൾ അത് ശ്രുതിക്ക് ആശ്വാസമാവുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്നാൽ ശരി നിങ്ങളെന്നാ ഇത് അവൾക്ക് തന്നെ കൊടുക്കുക, നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പൊക്കോ എന്ന് പറയുമ്പോൾ വാ രേവതി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിക്കും, ഇത് മാത്രമല്ലല്ലോ കടായിട്ടുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ സച്ചിയുടെ കൂട്ടുകാരൻ രേവതിയും കൂടി അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. അതിന് പുറകെയായിട്ട് ശ്രുതിയും ആ ഡീലറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ആ ബീരാനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ്. എന്താ മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് അതെ എന്തായാലും മീരയെ മാറ്റി നിർത്തിയിട്ട് ആ ബീരാൻ പറയുന്നുണ്ട് അതെ എനിക്കറിയാം എന്നെ നിങ്ങൾ സിനിമയിൽ അഭിനയിപ്പിക്കാനൊന്നല്ല എന്നെ നിങ്ങളിങ്ങനെ കളിപ്പിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ആ ശ്രുതി മോൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ആ ഒരു പ്രശ്നത്തിന് എന്നെ നിങ്ങൾ കരുവാക്കാണല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം മീരയ്ക്ക് ചെറിയൊരു വിഷമം തോന്നുകയാണ്. അപ്പോൾ സാരില്ല എന്തായാലും ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസമായി, പിന്നെ എന്താ പ്രശ്നമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെ പ്രശ്നം എന്തായാലും എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, എന്നാൽ വരട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ബീരാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ് അവരോട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് കാണാൻ പോകുന്നത്, കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ് ബൈ, താങ്ക്